ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി കടലക്കറിയുമായിട്ടാണ്. ഇതുവരെയും ഞാനിങ്ങനെ വെച്ചിട്ടില്ല, ആദ്യമായിട്ട് വെക്കുന്നതാണ്. അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനു വേണ്ടി ഞാൻ കടലക്കയെല്ലാം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടെല്ലാം പുതിർത്ത് വെച്ചതാണ്. അത് വേവിച്ച് ഉപ്പ് മഞ്ഞൾ മുളകിട്ട് ഞാൻ വേവിച്ച് വെച്ചതാണ്. വെന്തതിൻ്റെ ശേഷം അതിൽ നിന്ന് കുറച്ച് കടലക്ക എടുത്ത് ഞാനെടുത്ത് അരച്ച് വെച്ചതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇന്ന് ആക്കുന്നത്. കുറേ പേരിങ്ങനെ പറയുന്ന കേട്ടു നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണെന്ന്. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് എന്നിട്ടാണ് ഞാനിന്ന് ഇങ്ങനെയാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഉള്ളി, തക്കാളി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് വേണം റെഡിയാക്കാൻ. പിന്നെ കടലക്ക കഴുകുന്നു ആക്കുന്നു അങ്ങനത്തെ ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടില്ല. അല്ല, നിങ്ങൾക്ക് കണ്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ വെറൈറ്റി കടലക്കറി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഗ്യാസ് കത്തിച്ചു, പാനടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു. അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ ഉള്ളി മാത്രം വഴറ്റി ഉരുളക്കിഴങ്ങെല്ലാം ഇട്ടിട്ടാണ് കടലക്കറി ആക്കാറ്. ഇത് ഇന്നൊരു വെറൈറ്റി കടലക്കറി ഇരിക്കട്ടെ എന്ന് വിളിച്ചു. അപ്പം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടട്ടെ, എന്നിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കടുകേ പൊട്ടു. വെളിച്ചെണ്ണ കായുന്നതിനിടക്ക് കടുകിട്ടിട്ടൊന്നും പൊട്ടുന്നില്ല. കടുക് പൊട്ടി. ഇനി ഞാൻ സവാള ഇട്ടു. ഈ സവാളക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കടലക്ക് വേണ്ടുന്ന ഉപ്പ് ഞാൻ ഇട്ടതാണ്. അപ്പോൾ ഇനി സവാളക്ക് മാത്രമുള്ള ഉപ്പിട്ടാൽ മതി. സവാളക്കും തക്കാളിക്കും മാത്രമുള്ള ഉപ്പ് ഇട്ടാൽ മതി. സവാള ഒന്നായി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതൊന്ന് അടച്ചു വെക്കട്ടെ. എന്നിട്ട് അതിൽ നിന്ന് റെഡിയാവട്ടെ. അടച്ച് വെച്ചിട്ടാവണം. സിമ്മിലാക്കിയാടെ വെക്കാം. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഞാൻ കടലപ്പൊടിക്കെല്ലാം ഇട്ടതാണ്. ഇതിന് മാത്രം വേണ്ടുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മസാല പിന്നെ എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം.
മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിട്ടില്ല, അപ്പോൾ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മറന്നുപോയി. അപ്പോൾ ഇത് എൻ്റെ പറങ്കിൻ്റെ മുകളിലുണ്ടായ പച്ചമുളക്, ഇത് നല്ല ഉണ്ടമുളക് പോലത്തെ. അപ്പോൾ ഞാൻ അത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേഗിൻ്റെ അകത്തൊന്ന് ആയിക്കോളും. നാലാക്കി കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം ഇന്ന് വന്നോളും. മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ കടലക്കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടി കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ, ഒരുപാടൊന്നും ഇടുന്നില്ല. പൊടികളെല്ലാം കുറേശ്ശെ. അപ്പം എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അത് പച്ചമണെല്ലാം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ശേഷം വേവിച്ച് വെച്ച കടല നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പച്ചമുളക് ആദ്യം ഇടാൻ മറന്നുപോയതാണ് ഗൈസ്. എല്ലാം മറവി തന്നെയാണ്, അങ്ങനെ ഇടും മറന്നു. ചില സമയം അങ്ങനെയാണ്. പിന്നെ പച്ചമുളക് കൊണ്ട് കുഴപ്പമില്ല, ഏതായാലും അവിടുന്ന് കൊണ്ടും ഇതേതായാലും ഒന്ന് തിളപ്പിക്കുമല്ലോ. അപ്പോൾ ഞാൻ കടല ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കടല ഒഴിച്ചു. എല്ലാം കൂടി ഒന്ന് ഇളക്കട്ടെ. ഇനി ഇതിന് കൊഴുപ്പ് കൂടാനാണ് നമ്മൾ കടല അരച്ച് ചേർത്തിട്ടില്ല, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കടലക്കറിക്ക് നല്ല കൊഴുപ്പ് കൂടി. ഞാനിങ്ങനെ ആദ്യമായിട്ട് വെക്കുന്നതാണ്, ഇതുവരെയും വെച്ചിട്ടില്ല. അപ്പോൾ എന്താ ടേസ്റ്റ് എനിക്കറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ടേസ്റ്റാണെങ്കിൽ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കാം, ടേസ്റ്റ് ഇല്ലെങ്കിൽ വേണ്ടാന്ന്. അപ്പം നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത് നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെന്തെങ്കിലും ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കട്ടെ. ഉപ്പെല്ലാം പാകത്തിനുണ്ട്, ഇനി ഉപ്പൊന്നും ഇടണ്ട. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. അപ്പോൾ ഇതാ കടലക്കറി തിളക്കുന്നുണ്ട്. അപ്പം നമ്മളെ വീട്ടിലുള്ള മല്ലിച്ചപ്പാണിത്. അപ്പം അത് ഞാൻ ഇതിലേക്ക് കുറച്ച് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ലൊരു മണമൊന്ന് അതും കൂടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പം അത് ഞാൻ ഇതിൽ മുറിച്ചിടുന്നുണ്ട്. കള ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ പുട്ടിനായാലും എന്തിനായി കഴിഞ്ഞാലും വെള്ളയപ്പത്തിനായാലും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി കടലക്കറി ഇതിവിടെ റെഡി ആയിരിക്കുന്നു. കണ്ടില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല എല്ലാവരും ഇത് നല്ലതാണെന്ന് പറയും. സൂപ്പർ, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഇനി ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാം. വാ, അടിപൊളി. നല്ല തള വന്ന് ഇനി ഞാനിത് ഗ്യാസ് ഓഫാക്കട്ടെ. എന്നിട്ട് ഞാൻ രുചി കൂട്ടാൻ ഇതിലേക്ക് ഒരു ലേശം വെളിച്ചെണ്ണ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് രുചി കൂടുതൽ വരിക. ഒരു ലേശം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അതിന് രുചി കൂടും. അപ്പോൾ ഇതാ എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി ഇത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം.
ബായ്.